നമുക്ക് സാധാരണ വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിനായിട്ട് 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് വേണം. അപ്പോൾ ഈ സ്നാക്കിന് നമ്മൾ സവാള കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നുണ്ട്. 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കും. കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർക്കാം. ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയും കൂടി ചേർക്കാവുന്നതാണ്, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. കൂടെ തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കതിന് പകരം കരിവേപ്പില ചേർത്താലും മതി. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. എള്ള് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഇടികല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്താണ്. 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഉണ്ട്. തൊലിയോട് കൂടി തന്നെയാണ് ഇടിച്ചത്, അതും കൂടി ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ഓയിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ചും എടുക്കണം. ഇത് ഇത്രയും കൂടി നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടത് പ്രസ് ചെയ്തെടുക്കുക, എന്നാലേ ആ ഉള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 1/4 കപ്പോളം മൈദയാണ് ചേർക്കുന്നത്. മൈദ ഉണ്ടെങ്കിൽ മൈദ ചേർക്കാം, അതല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും മതി. ഇപ്പോൾ ഗോതമ്പൊടി ഇല്ലാത്ത കാരണം ഞാൻ മൈദ എടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഗോതമ്പൊടി വെച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ മൈദ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. മൈദ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഗോതമ്പൊടി ആയാലും കുഴപ്പമില്ല, കാരണം നമ്മളിതേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത കാരണം ആ ഒരു സോഫ്റ്റ്നെസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ 1/4 കപ്പോളം മൈദയും കൂടി ചേർത്തതിന് ശേഷം ആദ്യം മിക്സ് ചെയ്യുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ലൂസായിട്ട് തന്നെ കുഴയ്ക്കണം, ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഒരുപാട് വെള്ളം പോലെയും കുഴയ്ക്കരുത്, ഒരു മീഡിയം കട്ടിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഇത് മൈദയ കാരണം തന്നെ കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളിത് ഈ രീതിയിലാണ് കുഴച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് ലൂസല്ല, അതേസമയം ഒരുപാട് ടൈറ്റും അല്ല. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൈ നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ ചെയ്യാം. കൈ നനച്ചതിന് ശേഷം കുറേശ്ശെ മാവെടുത്ത് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഷേപ്പ് ചെയ്യാം. ഈ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൊടുക്കണ്ട, വളരെ പതുക്കെ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി. പ്രസ് ചെയ്യാതെ വളരെ നമുക്ക് ഒരു ബോളിൻ്റെ ഷേപ്പ് ആക്കണം, അത്രേ വേണ്ടൂ, ഒരുപാട് ടൈറ്റ് ആക്കണ്ട. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിത് ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം, അത്രയേ ഉള്ളൂ. ഇത് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്, അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി. ഒരു സൈഡ് ആയി വന്നിട്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളർ ആവണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി സ്നാക്കാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്